ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. യവനെയൊക്കെ പിടിച്ചിട്ട് നല്ല കാന്താരമുളക് അരച്ച് ആസനത്തിൽ തേച്ച് പൊരിച്ചെടുക്കണം, നല്ല തിളച്ച എണ്ണയിൽ. രക്ഷിക്കണേ. അയ്യോ, ഒരു പെങ്കുച്ചല്ലേ? അയ്യോ എന്റെ ദൈവമേ. അയ്യോ മോളെ, 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 കണ്ണു തുറക്കും മോളെ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ മോളെ, മോളെ. ഒന്ന് നിർത്തണേ സാറേ, ഒന്ന് നിർത്തണേ. എന്താ എന്താ പറ്റിയേ? എന്താ എന്താ സാറേ, അവിടെ ഒരു കൊച്ച്. ഒന്ന് വിളിച്ചു എടുക്കാക്കുട്ടിയാണോ? എന്തു പറ്റിയതാ? ഒന്ന് വിളിക്കേ മോളെ, എന്തു പറ്റിയതാ? ഒന്ന് വിളിക്കേ മോളെ. എന്തു പറ്റിയതാ? ആരെങ്കിലും ഒന്ന് വെള്ളം പോലീസിനെ എടുത്തിട്ട് വരൂ. വെള്ളം ഒന്ന് തളിച്ചു നോക്കാം. പോലീസിനെ വിളിക്കേ. മോളെ, വേഗം മോളെ. വിളിക്കണോ? ചേട്ടാ പോലീസിനെ മോളെ. വിളിക്കേ. ആ വെള്ളം വേഗം കൊണ്ടുവാ. ഞാനിപ്പോ വിളിക്കാം. അയ്യോ മോളെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ വെള്ളം കൊടുക്ക്. മോളെ. ഡേവിഡ് കോൺഷ്യസ് ആയിട്ടുണ്ട്. ഇപ്പൊ കയറി കാണാം. അധിക സമയം എടുക്കരുത്. ബോധമൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞു കേട്ടപ്പോ മരിച്ചുതാ കരുതി. ദേവി എന്നല്ലേ പേര്? അതെ. എന്താ പറ്റിയത്? ചാനലിൽ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. നിങ്ങളാണോ ഇതൊക്കെ പറഞ്ഞത്? സാഗർ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാ എന്നെ ഉപദ്രവിച്ചത്. ഇന്ന് അവര് പറഞ്ഞു. പറഞ്ഞു. ഈ പറഞ്ഞു എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? നീ സാഗറിനെ കണ്ടായിരുന്നോ? ഇല്ല. പിന്നെങ്ങനെ അയാൾ ഇതിൽ പ്രതിയാവുന്നത്? ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് അങ്ങ് എടുത്തേക്ക്. ശരി സർ. മാഡം ശരി. നിങ്ങളൊന്ന് വന്നേ. സാഗർ ആരാണെന്ന് അറിയാലോ. വെറുതെ എന്തിനാ? ഈ കേസിന് തെളിവൊന്നുമില്ല. ഇത് തള്ളിപ്പോകത്തേ ഉള്ളൂ. വെറുതെ ഇതിന്റെ പുറകെ പോയി നാണം കിടണോ? ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ആലോചിക്കാനൊന്നുമില്ല. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും
എന്റെ മോളെ ഉപദ്രവിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. ആ എന്നാ പിന്നെ അനുഭവിച്ചോ. ഓ, വാ. സർ, സർ, ജഡി, ദേവികയുടെ കേസിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാവണം. പിന്നെ ലോക്കൽ പോലീസിൽ നിന്ന് എന്തായാലും അത് പ്രതീക്ഷിക്കണ്ട. അതെ സർ. എനിക്ക് ആ പെൺകുട്ടിയെ പേഴ്സണലി അറിയാവുന്നതാ. എന്റെ അനുജത്തിയുടെ കൂട്ടുകാരിയാ. ഓ, അപ്പൊ പിന്നെ ഞാൻ ഇനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. താനത് കൃത്യമായി വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. ഓക്കെ സർ. പിന്നെ കേസിന്റെ പുരോഗതി കൃത്യമായിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഒരു കാരണവശാലും പ്രതികൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. സർ. ഓക്കെ ജഡി. കിരൺ, ദേവികയുടെ കേസ് ജോർജ് സാർ നമ്മളെ ഏൽപ്പിച്ചിരിക്കാം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ. അവനെ നമുക്ക് പൂട്ടണം ചേടി. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതെ, ഒരു സ്ത്രീയും അനുഭവിക്കാത്ത മാനസിക വേദനയിലൂടെയാവും ആ പെൺകുട്ടി കടന്നു പോയിട്ടുണ്ടാവുക. ഇത്തരം ഒരു കൊട്ടേഷൻ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഇത്തരം ഒരു രീതിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ പേടിക്കുന്നത് പോലെയുള്ള ശിക്ഷയാവണം അവനെ കൊടുക്കേണ്ടത്. യെസ് ചേടി. വാ. ഈ കേസ് നമുക്ക് തെളിയിച്ചേ പറ്റൂ. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന അഹങ്കാരത്തോടെ അധികാരത്തിന്റെ ബലത്തിൽ ഒരു പാവം പെൺകുട്ടിയോട് ചെയ്ത കൊടും ക്രൂരതയാ. പെണ്ണായാൽ ആർക്കും എളുപ്പം പിച്ചു ചിന്തി രക്ഷപ്പെടാമെന്നുള്ള ഇവന്മാരുടെ ചിന്താഗതിക്ക് ഒരു അറുതി വരുത്തണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. യവനെയൊക്കെ പിടിച്ചിട്ട് നല്ല കാന്താരമുളക് അരച്ച് ആസനത്തിൽ തേച്ച് പൊരിച്ചെടുക്കണം നല്ല തിളച്ച എണ്ണയിൽ. സാഗറിന്റെ മാക്സിമം ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം. എവിടെയെങ്കിലും അയാൾക്കെതിരായി എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. സാഗറിന്റെ മാത്രമല്ല, അയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരുടെയും ഫോൺ നമ്പറും ഡീറ്റെയിൽസും കളക്ട് ചെയ്താൽ എന്തെങ്കിലും ഒരു ലീഡ് കിട്ടാതിരിക്കില്ല. ദേവികയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നമ്മൾ കണ്ടെത്തുന്ന തെളിവുകൾ 100% സ്ട്രോങ് ആയിരിക്കണം. അല്ലെങ്കിൽ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവന്മാരൊക്കെ രക്ഷപ്പെടും. അത് പാടില്ല. അതെ, ലെറ്റ് സ്റ്റാർട്ട് അവർ വർക്ക്. യെസ്.